നമസ്കാരം. 2026 നീറ്റ് എക്സാം നടക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വർഷത്തെ കട്ട് ഓഫ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു പോയിന്റ്. നീറ്റ് കട്ട് ഓഫ് തീരുമാനിക്കുന്നത് പേഴ്സൻറ്റേജ് വെച്ചിട്ടല്ല, പേഴ്സൻറ്റൈൽ വെച്ചിട്ടാണ് എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത്. പേഴ്സൻറ്റേജ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ടോട്ടൽ നമ്മൾ സ്കോർ ചെയ്ത മാർക്ക്, ടോട്ടൽ മാർക്ക് എത്ര നമ്മൾ സ്കോർ ചെയ്തു ഡിവൈഡ് ബൈ ടോട്ടൽ മാക്സിമം മാർക്ക് ഇൻറ്റു 100. അതാണ് നമ്മുടെ പേഴ്സൻറ്റേജ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പേഴ്സൻറ്റേൽ എന്ന് പറയുന്നത് അങ്ങനെയല്ല. പേഴ്സൻറ്റേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് വിത്ത് ഈക്വൽ ഓർ ലോവർ സ്കോർ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻറ്റു 100 എന്നുള്ള രീതിയിലാണ് ആ പേഴ്സൻറ്റേൽ കണക്കാക്കുന്നത്. അതല്ല എങ്കിൽ യുവർ സ്കോർ, നിങ്ങളുടെ സ്കോർ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ടോപ്പർ സ്കോർ. ആരാണ് ടോപ്പർ സ്കോർ, ടോപ്പ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റിന് സ്കോർ കിട്ടി എന്നുള്ള രീതിയിലും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഈ രീതിയിലുള്ള കാൽക്കുലേഷന്റെ അടിസ്ഥാനത്തിലാണ് പേഴ്സൻറ്റേജ് കണക്കാക്കുന്നത്. പേഴ്സൻറ്റേജിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ കട്ട് ഓഫ് എത്ര ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നീറ്റ് തീരുമാനിക്കുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ വർഷം ഏതാണ്ട് നമുക്കറിയാം 25 ലക്ഷത്തോളം സ്റ്റുഡൻസ് ആണ് ഈ വർഷം നീറ്റ് എക്സാം എഴുതുന്നത്. നിരവധിയായ കോഴ്സുകൾ ഇപ്പം നീറ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ട് കൂടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എഴുതുന്ന ആൾക്കാരുടെ എണ്ണം ഓരോ വർഷവും കൂടി വരാനാണ് സാധ്യത. അപ്പം MBBS സംബന്ധിച്ചിടത്തോളം നീറ്റ് കട്ട് ഓഫ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ വർഷം 175ഓളം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിപ്പം റിയാസ്, നമ്മൾ അൽഹിന്ദിന്റെ റിയാസ് സാറൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾക്ക് വന്ന ഒരു ഇത് പറയുന്നത് 175ഓളം ആയിരിക്കും നീറ്റിന്റെ കട്ട് ഓഫ് വരാൻ സാധ്യത എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ശരിയാണ്, കുറച്ച് ടഫ് ആയിരുന്നതുകൊണ്ട് 144 നമുക്ക് ജനറലിന്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ഇനി SC ST OBC ഒക്കെ ആണെങ്കിൽ ഏതാണ്ട് 135 ഈ വർഷം കട്ട് ഓഫ് വരും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. മറ്റ് ഇതൊക്കെ ആണെങ്കിൽ 155 എന്നുള്ള രീതിയിലും, മറ്റ് കാറ്റഗറിയിൽ 155 എന്നുള്ള രീതിയിലൊക്കെ ഒരു കട്ട് ഓഫ് വരും എന്നാണ് നമ്മൾ ഈ വർഷം എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ നടത്തിയിട്ടുണ്ടാവുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം എല്ലാവർക്കും നീറ്റ് എക്സാമിന് വേണ്ടി എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നല്ല വൃത്തിയായി പഠിച്ച് നല്ല മനസ്സോടുകൂടി, നല്ല ശാന്തമായ മനസ്സോടുകൂടി പോയി എക്സാം എഴുതുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. നിങ്ങൾക്കൊക്കെ ഒരു മെഡിക്കൽ സീറ്റോ അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾക്കുള്ള സീറ്റ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു.